വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു വിഷു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ഇന്ന് വിഷു സെലിബ്രേഷനാണ്. നമ്മുടെ ലാബിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കണിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ളതായിരിക്കും ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെയുണ്ട്. അങ്ങനെ ബസ്സൊക്കെ പിടിച്ചിട്ട് ഞാൻ ടൗണിലെത്തിയപ്പോൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് പൂജാ സ്റ്റോറിലേക്കാണ് കേട്ടോ. കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നേ. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഷട്ടപ്പേടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കണി വെക്കണമായിരുന്നു. അടുത്ത ഷിഫ്റ്റിനുള്ള ആളുകൾ വരുമ്പോഴേക്കും ഒക്കെ സെറ്റാക്കി വെക്കാനായിരുന്നു നമ്മളെ പ്ലാൻ. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകെ ഒറ്റ തവണ മാത്രമേ ഞാൻ കണി വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ്. ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ കണി വെക്കാൻ അങ്ങ് തുടങ്ങി കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുമിച്ചാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോരുത്തരായിട്ട് ഓരോ ഐറ്റംസ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഈ കൃഷ്ണ വിഗ്രഹം തന്നെയാണ് കേട്ടോ നമ്മൾ കണി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ള കുറേ ഐറ്റംസും സെയിം തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ഓരോ ഫംഗ്ഷൻസ് വെക്കുമ്പോൾ ഒരു രസമാണില്ലേ. എല്ലാവരും കൂടെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഓരോ സാധനം കൊണ്ടുവരിക, എല്ലാവരും കൂടെ സന്തോഷത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. പണ്ട് താഴെ ചെറിയൊരു ലാബായിരുന്ന സമയത്ത് നമ്മൾ ഓണത്തിനൊക്കെ കുഞ്ഞി പൂക്കൾ ഇടുകയായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ വിചാരിക്കുകയായിരുന്നു കേട്ടോ, എന്നാണാവോ കുറച്ച് വലിയൊരു പൂക്കളൊക്കെ ഇടാൻ വേണ്ടി നമുക്ക് പറ്റുകയെന്ന്. അങ്ങനെ ദൈവം സഹായിച്ച് നമുക്ക് വലിയ പൂക്കളിടാനുള്ള ഒരു അവസരം കിട്ടി കേട്ടോ. ലാബ് മാറ്റിയ സമയത്ത് മുകളിലേക്കായപ്പോൾ കുറേ സ്പേസുള്ള ഒരു ലാബ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ലാബിലേക്കായ ശേഷം നമ്മൾ വിഷു, ഓണം, ഇഫ്താറും എല്ലാം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ കണിയിൽ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സ് എല്ലാവരും ഓരോ ഐറ്റംസ് ഓരോരുത്തർ കൊണ്ടുവന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ നമുക്ക് ഒരുപാട് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ വെച്ചാൽ ഏകദേശം സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ഇത്തവണ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഞാൻ ഉണ്ണിയപ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കാണെങ്കിൽ നമ്മളെ വാൽക്കണ്ണാടി എങ്ങനെ വെച്ചിട്ടും സെറ്റായി നിൽക്കുന്നില്ല കേട്ടോ. അവസാനം എങ്ങനെയൊക്കെയോ അവിടെ സെറ്റാക്കി വെച്ചു. 2 വാഴയിൽ എടുത്തിട്ടുണ്ടായിരുന്നേ. ഒന്നാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വൺ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതാണെങ്കിൽ കുറച്ച് വലുതായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ അത് സെറ്റാക്കി അവിടെ വെച്ചു കേട്ടോ. ലാസ്റ്റ് ആയിട്ട് കുറച്ച് പരിപാടി കൂടെ ഉണ്ടായിരുന്നു. വിളക്കിന് ചുറ്റും കുറച്ച് പൂക്കൾ വെക്കാനുണ്ടായിരുന്നു. പിന്നെ ചിരാതൊന്ന് സെറ്റാക്കി വെക്കാനുണ്ടായിരുന്നു. നമുക്കാർക്കും കണിയൊന്നും വെച്ചിട്ട് വലിയ ശീലമൊന്നുമില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മളൊരു സന്തോഷത്തിന് പുറത്ത് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ലാബിലുള്ള പകുതി പേരും ആദ്യമായിട്ടാണ് കേട്ടോ വിഷുക്കണിയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ആരും പോകുന്നില്ലായിരുന്നു കേട്ടോ. ഇത് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നേ. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ പരിപാടിയും തീർന്നു കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് കൂടെ സെറ്റ് ആക്കാനുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലത്തെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു. ഇത്തവണ വെറൈറ്റി ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ സെറ്റ് ആക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതായത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിനേക്കുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഞാൻ ഫസ്റ്റ് ടൈം അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? പിന്നെ അല്ല, എന്നാ 2 പൂവൊക്കെ അങ്ങ് ഉണ്ടാക്കി വിടുക തിരിഞ്ഞളിക്കാണ്ട്. അല്ല ശരി. അക്ഷയ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ്. നല്ല പണിയാണ്. കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്. മിസ് പ്രിൻസി, താങ്കൾ ഇതുവരെ വിഷുക്കണി വെച്ചിട്ടുണ്ടോ? ഇല്ല, വെച്ചിട്ടില്ല. ആദ്യത്തെ എന്റെ അനുഭവമാണ്. ഓൾറെഡി കണ്ടി. വിളക്ക് എത്തിച്ച് കാണാം. കൃഷ്ണന്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വേണമായിരുന്നു കേട്ടോ. അപ്പം കുറെ ഫ്ലവേഴ്സ് വെക്കുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മൾ വിചാരിച്ചു പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കാന്ന്. അങ്ങനെ നമ്മുടെ കണി ഓൾമോസ്റ്റ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇനി തിരി കത്തിച്ചാൽ മാത്രം മതി, ബാക്കിയൊക്കെ റെഡിയാണ്. ശ്രുതിയേച്ചും വാവേച്ചും കൂടിയാണ് കേട്ടോ തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് സുനുവിനൊരു ആഗ്രഹം വന്നിട്ട് അവളും കുറച്ച് ചിരാതൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് കേട്ടോ നമ്മളുടെ കണിയുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? കമന്റ് ചെയ്യാൻ മറക്കരുതേ. നമ്മളെ കണി കാണാൻ വേണ്ടിയിട്ട് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മൾ എല്ലാവരുടെയും എഫേർട്ടിന്റെ ഒരു ഫലമാണ് കേട്ടോ ഈ വിഷുക്കണി. അങ്ങനെ വിഷുക്കണിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചക്കായപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 പേരും ഫുഡ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ ഒരു സദ്യ അങ്ങോട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള ദക്ഷിണിലേക്കായിരുന്നു കേട്ടോ നമ്മൾ 2 പേരും കൂടെ പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി സദ്യയും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.